ഹായ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാർക്കറ്റ് ഒന്ന് മൂവായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 73 പ്രീമിയത്തിലാണ്. നിഫ്റ്റി 50 പുട്ട് ഓപ്ഷനിൽ 73 പ്രീമിയത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വരെ പ്രൈസ് എത്തുന്നതിന് മുമ്പ് പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ പ്രൈസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിലിൻ്റെ മീനിങ് നമുക്ക് സെല്ലേഴ്സ് ഗെയിനിങ് പവർ എന്ന് പറയും. അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ട്രേഡ് ഇല്ല. പ്രീവിയസ് PDL റേഞ്ചാണ് ഈ താഴെ കാണുന്നത്. ഈ ഒരു ഏരിയ, ഇത്രയും ഒരു ഏരിയ PDL റേഞ്ചാണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസ് ഇന്ന് അവിടെ നിന്നും ഇങ്ങനെ ഓപ്പൺ ചെയ്തു. ശേഷം ഒരു സെല്ലേഴ്സ് ലൂസിങ് പവർ ക്യാൻഡിൽ വന്നു. ശേഷം സെല്ലേഴ്സ് ഗെയിനിങ് പവർ ക്യാൻഡിൽ വന്നു. അതിന് ശേഷം നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. ഇത് നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ക്യാൻഡിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ക്യാൻഡിലിനെ മനസ്സിലാക്കേണ്ടത്, താഴെ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്, മുകളിലേക്ക് ഒരു വിക്ക് വന്നിട്ടുണ്ട്. ഇതിന് താഴെയും ഈ ഭാഗം നെക്സ്റ്റ് ബയേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഏരിയയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം നെക്സ്റ്റ് ബയേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഏരിയയാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം. അവിടെ നമുക്ക് ഒരു എൻട്രി ആയിട്ട് വെക്കാം. ശേഷം ഇവിടെ ഒരു ഇത്രയും ഭാഗം എന്ന് പറയുന്നത് FEG ആണ്. മാർക്ക് ചെയ്യാം. ഈ വിക്കിന് താഴെ മുതൽ ഇവിടെ വരെ ഈ വിക്ക് വരെയുള്ള ഭാഗം ഒരു FEG ഏരിയ ആണത്. അവിടെ നിന്നൊക്കെ പ്രൈസ് ഇതിൻ്റെ എൻട്രി ലെവൽ ഇവിടെ നിന്ന് വരിക. കറക്റ്റ് കണ്ടോ, ഈ ഒരു സെൻട്രൽ ചെറിയൊരു ടച്ച് വ്യത്യാസം ഉണ്ടെന്നാൽ ഇവിടെ നിന്ന് തിരിച്ച് പ്രൈസ് കൊണ്ട് മുകളിലേക്ക് 5 പോയിൻ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് 88, 89, ഒരു 94 കണ്ടോ ഇവിടെ വരെ ടാർഗറ്റ് കിട്ടി. 5 പോയിൻ്റ് എടുക്കുന്ന ആളുകൾക്കൊക്കെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു എൻട്രി എടുക്കുന്നത് ഒരു നല്ലൊരു ഗ്യാപ്പാണ്. ഇവിടെ നിന്ന് എൻട്രികൾ അവോയ്ഡ് ചെയ്യലാണ് ഏറ്റവും നന്നാവുക. ഓക്കെ, അങ്ങനെ ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു ഏരിയ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. ഇത് വോളിയം ഇൻബാലൻസ് എന്നാണ് ഇതിന് പറയുന്നത്. വോളിയം ഇൻബാലൻസ്. ഈ മുകളിലേക്കും താഴോട്ടുള്ള ഈ 2 വിക്കുകൾ മനസ്സിലാക്കിയിട്ട്, ഈ വിക്കും ഇതിൻ്റെ ഇടയിൽ നല്ല ഓർഡറുകളുണ്ടാവും. കറക്റ്റ് ഈ PDL റേഞ്ചൊക്കെ വാങ്ങിക്കാം. കറക്റ്റ് ഈ റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 2 വിക്കും ടച്ച് കണക്റ്റ് കൊടുത്തുകൊണ്ട് സെൻറ്ററിൽ കൂടെ പോണ ഈ ഒരു പച്ച വര, അവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ കറക്റ്റ് പ്രൈസ് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയൊരു റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിന് മുകളിൽ റേഞ്ചിന് മുകളിലായിട്ട് നമുക്ക് കണ്ടോ, ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ നമുക്കൊരു എൻട്രി ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗത്തും എൻട്രി ഇട്ട് വെക്കാം. ഞാൻ കൂടുതലായിട്ട് 5 പോയിൻ്റ് മാജിക്കാണ് ഫോളോ ചെയ്യുന്നത്. അത് 5 പോയിൻ്റ് ടാർഗറ്റ് കിട്ടുന്ന രീതിയിൽ. ഓപ്ഷൻ മാർക്കറ്റിൽ നിങ്ങൾക്കറിയാം 5 പോയിൻ്റ് ടാർഗറ്റ് കിട്ടിയാൽ തന്നെ നമുക്കത് വലിയ ഒരു പ്രോഫിറ്റായിട്ട് നമുക്ക് അതിനെ കാണാം. അല്ലെങ്കിൽ 1:1, 1:2 ഒക്കെ ഫോളോ ചെയ്യാം കേട്ടോ. 5 പോയിൻ്റ്, അതായത് ഇത്തരത്തിലൊരു ഭാഗത്തേക്ക് പ്രൈസ് എത്തുന്ന സമയത്ത് എന്തായാലും അവിടെ നിന്ന് പ്രൈസ് ഒരു മൂവ്മെൻറ്റ് തരും കേട്ടോ.
ഞാൻ 79 ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ലോ 78.55 വന്ന് അവിടുന്ന് എൻ്റെ ടാർഗറ്റ് 84 എത്രയായിരുന്നു, അതായത് അവിടുന്ന് അത് 5 പോയിൻ്റ്, അതെ 84 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിലേറെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. വീണ്ടും അതുപോലെ മാർക്കറ്റിൽ അടുത്ത ഒരു ബൈസ് ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം ഇൻബാലൻസ് എന്നൊക്കെ പറയും. ഇവിടെ നിന്ന് കണ്ടോ, നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, നെക്സ്റ്റും കേട്ടോ, നെക്സ്റ്റ് ഈ സെയിം ഭാഗത്തു നിന്ന് തന്നെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെറിയ റേഞ്ച് ആണെങ്കിൽ ഇത് അപ്പോൾ ചെറിയൊരു റേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ ഒരു 84.95 മുതൽ ഒരു 85, ഒരു ചെറിയ റേഞ്ചാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ എൻട്രി ഇട്ട് വെക്കണം, കറക്റ്റ് അവിടെ തട്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രി ഇട്ട് വെക്കേണ്ടത് 85.70 എന്ന പ്രൈസിലാണ് എൻട്രി ഇട്ട് വെക്കേണ്ടത്. അവിടെ പ്രൈസ് തട്ടി ഒരു 85.60 വരെ വന്നിട്ടുള്ളൂ. നമ്മൾ ഇട്ട് വെച്ചത് 85.70 10 പൈസ ഡിഫറൻസിലാണ്. അപ്പോൾ അത് അവിടുന്ന് എൻട്രി നമ്മളൊരു എൻട്രി അതെടുത്തിട്ടുണ്ടെങ്കിൽ എൻട്രി അവിടെ നിന്നും ട്രിഗർ ആവുകയും, ഇപ്പോൾ 85.60 നിന്നും എൻട്രി ട്രിഗർ ആവുകയും നമ്മുടെ ടാർഗറ്റ് 90.60. ഓക്കെ 90 ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ കൂടുതലായിട്ട് 5 പോയിൻ്റാണ് ടാർഗറ്റ്, ഈ പറയുന്ന ഇൻട്രാഡേ ഓപ്ഷൻ ബൈങ്ങിൽ 5 പോയിൻ്റാണ് ടാർഗറ്റ് ഞാൻ കൂടുതലായിട്ടും വെക്കാറ്. ഓക്കെ, അങ്ങനെ പ്രൈസ് വീണ്ടും താഴോട്ട് വന്നു. നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് ബയേഴ്സ് ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നും പ്രൈസ് താഴോട്ട് പോയി. ഓക്കെ, അവിടെ തട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പവർ നിങ്ങൾ നോക്കണം. ഇവിടെ നമ്മൾ എൻട്രി ഇട്ട് വെച്ചിട്ടാണെങ്കിൽ ഒരു 78.80 എൻട്രി ഇട്ട് വെച്ചിട്ടാണെങ്കിൽ 10 പോയിൻ്റ്, ഇത്ര ഒരു 10 പോയിൻ്റ് എസ്വല്ലും ഇവിടെ നിന്നും കണ്ടോ 78, 5 പോയിൻ്റ് 5 വരെ തന്നു. ഒരു 83 ടാർഗറ്റ് വീണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബൈ പവറിൻ്റെ ആ ഒരു ഏരിയ കണ്ടോ. പിന്നെ അടുത്ത നെക്സ്റ്റ് അതിന് ശേഷം നമുക്ക് ബൈയേഴ്സിന് ഇൻട്രസ്റ്റിൽ ഏരിയ ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നായിരുന്നു. വോളിയം ഇൻബാലൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, അങ്ങനെയാണ് ഇതിനൊക്കെ അറിയപ്പെടുന്നത്. അതിൻ്റെ താഴത്തേക്ക് പ്രൈസ് വന്നപ്പോൾ പിന്നീട് അത് തിരിച്ചൊരു റീടെസ്റ്റ്, കാരണം സെല്ലേഴ്സ് ഇവിടെ പ്രൈസിനെ താഴത്തോട്ട് കൊടുന്നതിന് ശേഷം വീണ്ടും പ്രൈസ് എത്തിയിട്ട് ഇവിടുത്തെ സെല്ലേഴ്സിൻ്റെ പവർ കൊണ്ട് നമ്മുടെ ആ ഒരു ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റിലെ ഏരിയ അവിടെ ഫെയിലാവുകയും സെല്ലേഴ്സ് വീണ്ടും ആ ഭാഗത്തേക്ക് മുൻപ് ബയേഴ്സിന് ഇൻട്രസ്റ്റില്ല ആ ഒരു ഏരിയയിൽ നിന്ന് സെല്ലേഴ്സ് ആക്റ്റീവ് ആയതാണ് ഈ കാണുന്നത്. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വരികയും ആ ഫുള്ളി ഗ്രീൻ ക്യാൻഡിലിനെ എൻഗൾഫിങ് ചെയ്തിട്ട് ബെയറിഷ് എൻഗൾഫിങ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രൈസ് താഴോട്ട് വന്നു. ഓക്കെ, പിന്നെയും പ്രൈസ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇന്നത്തെ ഫസ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ പറയുന്ന ഈ ഒരു റേഞ്ചാണ്, ഈ ഒരു ഭാഗമാണ് ഈ റേഞ്ച്, സപ്പോർട്ട് റേഞ്ച്. അവിടെ നിന്ന് പ്രൈസ് എത്തിയിട്ട് വീണ്ടും പ്രൈസിലൊരു ആക്ഷൻ ഉണ്ടാവാൻ പോവാണ്. അങ്ങനെ വീണ്ടും ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോയി. ഈ 1, 2, 3 ഈ മൂന്നാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഉടനെ വീണ്ടും നമ്മുടെ ആ ഒരു ബയേഴ്സ് ഇൻട്രസ്റ്റ് ഏരിയ വീട്ടുമ്പോഴത്തേക്കുണ്ട് വോളിയം ഇൻബാലൻസ്. അവിടെ എത്തിയപ്പോൾ അതിനെ എൻഗൾഫിങ് ചെയ്ത് ബെയറിഷ് ഒരു താഴത്തോട് പ്രൈസ് വന്നു. അതിനെ എൻഗൾഫിങ് ചെയ്തുകൊണ്ട് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു 72, 75 എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒരു 5, 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 5 പോയിൻറ്റിൽ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് നന്നായിട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് കണ്ടോ. 5 പോയിൻ്റ് ടാർഗറ്റ്, 5 പോയിൻ്റ് എസ്വല്ലും. ഓക്കെ, അപ്പോൾ വീണ്ടും കണ്ടോ പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിതിനെങ്ങനെ കറക്റ്റാക്കി മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരിക്കലും നമ്മൾ ചാടിക്കയറി ഒരു വാശിപ്പുറത്തോ അല്ലെങ്കിൽ പാനിക്കായോ ട്രേഡ് എടുക്കരുത്. നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ടിൽ പ്രൈസ് എത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. സപ്പോർട്ടിൽ നിന്ന് മാത്രമേ ഞാൻ എൻട്രി എടുക്കൂ എന്ന് നിങ്ങൾ ഒരു സ്വയം വിലയിരുത്തൽ, അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറയണം. ഏതൊരു എൻട്രി നിങ്ങൾ എടുക്കുന്നോ അത് സപ്പോർട്ടിൽ പ്രൈസ് എത്തുമ്പോൾ മാത്രമേ ഞാൻ എൻട്രി എടുക്കൂ. ഈ എടുക്കുന്ന എൻട്രി ഞാൻ സപ്പോർട്ടിൽ നിന്നാണ് എടുക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ പറയുന്ന ഇൻട്രാഡേ ഓപ്ഷൻ ബൈങ്, അതായത് ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റി 50ലാണ്. ഇപ്പോൾ കാൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷനിലൊക്കെയാണ്.
നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഒരു ഈ പറയുന്ന കാര്യം, ഈ പറയുന്ന വോളിയം ഇൻബാലൻസ് വേറെ ഇതുണ്ട്, സ്ട്രാറ്റജികൾ വേറെയും കുറേ ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറെ ഉണ്ട്, അതായത് അധികമൊന്നുമില്ല. ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു സ്ട്രാറ്റജി എടുക്കുമ്പോൾ 3 ഐറ്റംസുകളാണ് ഉപയോഗിക്കാറ്. അത് പിന്നെ ഒരു വീഡിയോസിൽ അത് ഞാൻ വിശദീകരിച്ച് തരാം. ഇവിടെ പ്രൈസ് താഴോട്ട് വീണ്ടും വന്നു. ഈ ഒരു ബയേഴ്സ് ഇൻട്രസ്റ്റ് ഏരിയ മുകൾക്ക് പോയി. ഇവിടെ എത്തുമ്പോൾ വീണ്ടും കണ്ടോ, ഈ നമ്മൾ വരച്ചിട്ട് ആ റേഞ്ചിലെത്തി വീണ്ടും ഇവിടുന്ന് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ അത് അധികം മുകൾക്ക് പോയിട്ടില്ല, അടിക്ക് ഫെയിലായി. വീണ്ടും ഇവിടെ എത്തുമ്പോൾ പ്രൈസ് എന്ത് വേണം, ഇവിടുന്ന് താഴോട്ട് വരണ്ട, താഴോട്ട് കൂടുന്നു, പക്ഷെ വന്നിട്ടില്ല. വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഈ ഒരു ബയേഴ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി സെല്ലേഴ്സ് താഴത്തേക്ക് വന്നു. സെല്ലേഴ്സ് ഇവിടെ പരാജയപ്പെട്ടു. സെല്ലേഴ്സിനോട് ബയേഴ്സ് പരാജയപ്പെടുത്തി. തിരിച്ച് ബയേഴ്സ് വീണ്ടും മുകളിലേക്ക് കയറി. അങ്ങനെ കയറിയ ആ ഒരു ഭാഗം അവിടെ വീണ്ടും നമ്മുടെ വോളിയം ഇൻബാലൻസ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. വോളിയം ഇൻബാലൻസ് കണ്ടോ, ഇൻബാലൻസ് ഇവിടെ നടന്നിട്ടുണ്ട്. വോളിയം ഇൻബാലൻസ് താഴോട്ടും മുകളിലേക്കും വിക്കുകൾ തമ്മിൽ ടച്ച് ആയിട്ടുണ്ട്, ബോഡികൾ തമ്മിൽ ടച്ച് ആവാതെ. ഓക്കെ, ആ ഭാഗത്ത് നമ്മൾ ഒരു എൻട്രി ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ കണ്ടോ, എൻട്രി ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ കറക്റ്റ് 72 സംതിങ്, 72-25 എൻട്രി ഇട്ടും 72 SL ഈ ഒരു ക്യാൻഡിലിന് താഴെ വെച്ചാൽ മതി. വേണമെങ്കിൽ 5-10 പോയിൻറ്റ് വെക്കുക. അവിടെ നിന്ന് ഒരു 72-ന് കണ്ടോ പ്രൈസ് കയറി 0.75 അതിലേറെ 5 പോയിൻറ്റിലേറെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. 82 വരെ പോയിട്ടുണ്ട്. ഒരു 10 പോയിൻ്റ് എടുത്ത് പ്രൈസ് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ വളരെയധികം ഈ പറയുന്ന ഇൻട്രാഡേ ഓപ്ഷൻ ഉപയോഗിക്കുക നമ്മൾ ശ്രദ്ധയോടെ നിൽക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തുകൊണ്ട്, അതായത് നമ്മുടെ ട്രേഡിംഗ് കരിയർ നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലായി ചോദിച്ചാൽ മതി. കമൻറ്റ് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയിച്ചു എന്നുള്ളൂ. ട്രേഡിങ്ങിൽ നിരന്തരമായിട്ട് ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഫെയിലായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. ട്രേഡിങ്ങിൽ ആദ്യമായി വരുന്ന ബിഗിനർ, അതുപോലെ എത്ര ട്രേഡ് ചെയ്തിട്ടും ടാർഗറ്റിൽ നിലനിൽക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം. ഇനിയും നമുക്കിതുപോലത്തെ നല്ല അടിപൊളി സ്ട്രാറ്റജികളുമായിട്ട് കാണാം. ഇതുപോലെ ഇനി ലൈവിലായിട്ട് ഞാൻ ട്രേഡിൽ വരാം. ഓക്കെ, ലൈവ് ട്രേഡൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചധികം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.